നങ്ങ്യാർകുളങ്ങര മുതൽ എന്നോടൊപ്പം ബൈക്കിൽ യാത്ര ചെയ്ത് ഒരുപാട് മണിക്കൂറുകൾ നമ്മുടെ ഈ യാത്രയിൽ പങ്കെടുത്ത എന്റെ സഹപ്രവർത്തകർ, ഈ പ്രദേശത്തെ ജനാധിപത്യ വിശ്വാസികൾ ഏവർക്കും ഹൃദയപൂർവ്വം നമസ്കാരം. ദീർഘമായിട്ടുള്ള ഒരു പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. ഒരു കാര്യം എനിക്ക് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയാൻ സാധിക്കും. എല്ലാവരും ഒന്ന് ശ്രദ്ധ വയ്ക്കുകയാണെങ്കിൽ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് വിജയിക്കുന്ന ആൾ 5 വർഷം MP ആയിട്ട് കസേരയിലിരിക്കും. നിങ്ങൾ നല്ലവരായിട്ടുള്ള കോൺഗ്രസുകാരിൽ ആരെങ്കിലുമൊക്കെ KC വേണുഗോപാലിന് വോട്ട് കൊടുക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അരവിന്ദ് കെജ്രിവാൾ കഴിഞ്ഞാൽ 4 മാസം കഴിഞ്ഞാലും മണിച്ചിത്ര താഴിട്ട് അദ്ദേഹത്തെ കൂട്ടും. അതിന്റെ രേഖകൾ കേന്ദ്രത്തിലെ ദേശീയ ഏജൻസിക്ക് കൈമാറിയതിന് ശേഷമാണ് നിങ്ങളുടെ സഹോദരിയായിട്ടുള്ള ഞാൻ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കുന്നത്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ MP ആയി മിസ്റ്റർ വേണുഗോപാൽ, നിങ്ങൾ മന്ത്രിയായി, നിങ്ങൾ ആലപ്പുഴ പാർലമെന്റിലെ ജനങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്തത്? 1/2 ഡസനോളം വരുന്ന കേന്ദ്രമന്ത്രിമാർ ഇവിടെ നിന്ന് വിജയിച്ച് പാർലമെന്റിനകത്ത് പോയിട്ട് നിങ്ങൾ ഇന്ത്യ പതിറ്റാണ്ടുകൾ ഭരിച്ചിട്ട് നിങ്ങൾ കേരളത്തെ മാറി മാറി ഇടതുപക്ഷക്കാരനും വലതുപക്ഷക്കാരനും നിങ്ങൾ എത്രയോ വർഷങ്ങൾ ഈ കേരളത്തെ ഭരിച്ചിട്ട് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് എന്ത് കിട്ടി? നരേന്ദ്രമോദി കൊണ്ടുവന്ന പദ്ധതി ഞങ്ങൾ ജാതി നോക്കിയോ, മതം നോക്കിയോ? നിങ്ങളല്ലേ പറഞ്ഞത് RSSകാരൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ പോകുന്നു, മുസ്ലിങ്ങൾക്ക് പള്ളി പോവാൻ വെള്ളിയാഴ്ച ഉണ്ടാവില്ല, പള്ളികൾ ഉണ്ടാകില്ല, ഇതൊക്കെയല്ലേ നിങ്ങൾ പ്രചരിപ്പിച്ചത്? എന്നാൽ അതേ നരേന്ദ്രമോദിയെ കാണാൻ ലോകത്തെ 16 ഇസ്ലാമിക രാജ്യങ്ങളിലെ മുസ്ലിം രാഷ്ട്രത്തലവന്മാർ കാത്തുനിന്ന് അദ്ദേഹത്തിന്റെ കൈയൊന്ന് പിടിച്ച് മുത്തം വെക്കാൻ കാത്തു നിൽക്കുന്ന കാഴ്ച ലോകം മുഴുവൻ കണ്ടില്ലേ? അപ്പോ ഞങ്ങൾ ആർക്കാണെതിര്? ഞങ്ങൾ ആർക്കും എതിരല്ല, ഞങ്ങളോടും ആർക്കും വിരോധമില്ല. പക്ഷേ ദേശീയ തലത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആരാധനായിട്ടുള്ള നരേന്ദ്രമോദിയെ ഇകഴ്ത്തി കാണിക്കേണ്ട ആവശ്യം നിങ്ങൾക്കാണ്. കാരണം നിങ്ങൾ ഒരു ഭാഗത്ത് എന്റെ പ്രസംഗം കേൾക്കുന്നതിൽ ഏതെങ്കിലും ഒരു സഹോദരൻ വിചാരിക്കുന്നുണ്ടാകും, സ്ഥാനാർത്ഥി ഇത്രയധികം സംസാരിക്കാൻ പാടുണ്ടോ? കാരണം നിങ്ങൾ സ്ഥാനാർത്ഥികളുടെ പ്രസംഗം കേട്ടിട്ടില്ല. എന്താ കാര്യം? ഒരു സ്ഥാനാർത്ഥി ചിരിക്കും, നിങ്ങളെയൊക്കെ വന്നങ്ങോട്ടങ്ങോട്ട് കെട്ടിപ്പിടിക്കും, പിന്നെ നല്ല ഭംഗിയിൽ നിങ്ങളുടെ മുന്നിൽ അവതരിച്ചെഴുന്നള്ളും, എന്നിട്ട് നിങ്ങളെല്ലാം സന്തോഷിപ്പിച്ച് വോട്ടും വാങ്ങി അങ്ങോട്ടങ്ങ് പോകും. നിങ്ങൾക്കറിയുമോ KC വേണുഗോപാലിന്റെ ആസ്തി എത്രയാണെന്ന്? രാജസ്ഥാനിലെ ശിശ്രാം ഓല KC വേണുഗോപാലിന്റെ ഒരു പാർട്ട്ണറാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പ്രതിനിധീകരിച്ച മിസ്റ്റർ ആരിഫ് എന്തുകൊണ്ടാണ് തോട്ടപ്പള്ളിയിലെ പ്രശ്നത്തെക്കുറിച്ച് പ്രതികരിക്കാത്തത്? എന്താണ് ഇവിടുത്തെ മണൽ? പാവപ്പെട്ടവർ വിചാരിക്കുകയാണ് കരിമണൽ എന്ന് പറഞ്ഞാൽ അത് സാധാരണ ഒരു മണലാണെന്നാണ് ധാരണ. അത് ബ്രുസൈറ്റ് ആണ്, അത് സിർക്കോലിയമാണ്, അത് മോണോസൈറ്റ് ആണ്. നമ്മുടെ നാട്ടിൽ കാസർഗോഡ് ജില്ലയിലെ കിനാരൂരിലെ കരിന്തളത്താണ് ലോകത്തെ ഏറ്റവും ഗുണനിലവാരമുള്ള ബോക്സൈറ്റ് ഉണ്ടാക്കിയിരുന്നത്. ആ ബോക്സൈറ്റ് അവിടെ നിന്ന് കുഴിച്ചെടുത്ത് പാലക്കാടിലെ മലബാർ സിമന്റ്സിന് കൊടുക്കാൻ തീരുമാനിച്ചത് എന്തിനാണെന്ന് അറിയുമോ? എനിക്കും നിങ്ങൾക്കും കുറഞ്ഞ വിലയ്ക്ക് സിമന്റ് എത്തിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് 2 പൊതുമേഖലാ സ്ഥാപനങ്ങൾ ആ ബോക്സൈറ്റ് കമ്പനി എങ്ങനെ കൂട്ടിയത്? അവിടുത്തെ തൊഴിലാളികൾ മാർസിസ്റ്റുകാർ അവരുടെ ജില്ലാ സെക്രട്ടറിയെ കണ്ടു, പരാതി പറഞ്ഞു. അവരുടെ സംസ്ഥാന സെക്രട്ടറിയെ കണ്ടു, പരാതി പറഞ്ഞു. അവരുടെ മുഖ്യമന്ത്രിയെ കണ്ടു, പരാതി പറഞ്ഞു. ചൈനയിലെ വമ്പൻ വ്യാപാരിക്ക് ഗോവ തുറമുഖം വഴി നമ്മുടെ കാസർഗോഡിലെ കിനാനൂർ കരിന്തളത്തെ ബോക്സൈറ്റ് കടത്തിക്കൊണ്ടുപോയപ്പോ ആ തൊഴിലാളികൾ പരാതി പറഞ്ഞപ്പോ രാത്രിയുടെ ഇരുണ്ട യാമങ്ങളിൽ ആ തൊഴിലാളികളെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ വേട്ടയാടി, അവരെ അടിച്ചു, അവരെ ഇല്ലായ്മ ചെയ്തു. പ്രിയപ്പെട്ടവരെ, ബോക്സൈറ്റ് കമ്പനി അവിടെ പൂട്ടി. കണ്ണൂരിൽ പിണറായി വിജയന്റെ സ്വന്തം സ്ഥലത്ത് മങ്ങാട്ടുപറമ്പില്, ആ മങ്ങാട്ടുപറമ്പിലാണ് ചൈന ക്ലേ എന്ന് പറയുന്ന KCCPL എന്ന് പറയുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനം പ്രവർത്തിച്ചത്. ആ KCCPL എന്താണ്? അത് പിഞ്ഞാണം ഉണ്ടാക്കുന്ന, ഇവിടെ കച്ചവടം നടത്തുന്ന ആളുകൾക്കറിയാം, അതായത് പൊട്ടുന്ന പാത്രങ്ങൾ ഉണ്ടാക്കുന്ന, നല്ല കവടിപ്പിഞ്ഞാണങ്ങൾ ഉണ്ടാക്കുന്ന വലിയ കമ്പനികളിൽ അവിടുത്തെ ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ ഉണ്ടാക്കുമ്പോ ആ എക്യുപ്മെന്റ്സുകൾക്ക് ചൂട് വരാതിരിക്കാൻ വേണ്ടി അതിന്റെ ചുറ്റും മതില് പോലെ ഇടുന്ന ഉൽപ്പന്നമാണ് പ്രിയപ്പെട്ടവരെ ചൈന ക്ലേ. ആ ചൈന ക്ലേയുടെ നമ്പർ 1 കമ്പനി മങ്ങാട്ടുപറമ്പില് കണ്ണൂരിൽ പൂട്ടിക്കെട്ടി ഒരു പൊതുമേഖലാ സ്ഥാപനം. പ്രിയപ്പെട്ടവർ, ആരെങ്കിലും ചോദിച്ചോ? വിജിലൻസ് അന്വേഷണം ഉണ്ടായി. മങ്ങാട്ടുപറമ്പിലെ കമ്പനി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമകൻ റിയാസിന്റെ കൂട്ടുകാരന് മലബാർ ഇന്നൊവേഷൻ സെന്ററിന് പതിച്ചു കൊടുത്തു.
എനിക്കും നിങ്ങൾക്കും അവകാശപ്പെട്ട കമ്പനിയാണ്. എന്നിട്ടോ ആലപ്പുഴയിലെ കരിമണൽ ലോകോത്തര നിലവാരത്തില് 40,000 കോടി രൂപ 4 വർഷം കൊണ്ട് ആലപ്പുഴക്കാരന്റെ കവർന്നെടുത്ത് കരിമണൽ കർത്തയ്ക്ക് കൊണ്ടുപോകാൻ ആരൊക്കെയാണ് കൂട്ടുനിന്നത്? പ്രിയപ്പെട്ടവരെ, ഭരണപക്ഷവും പ്രതിപക്ഷവും. കരിമണൽ കർത്തയുടെ പുസ്തകത്തിൽ എല്ലാവരുടെയും പേരില് കരിമണൽ കർത്ത സൗത്ത് ആഫ്രിക്കയിൽ നിന്നും കരിമണൽ ഇറക്കുന്നുണ്ട്. ആ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഇറക്കുന്ന കരിമണൽ ഉണ്ടല്ലോ, അത് ആലപ്പുഴക്കാരന്റെ തീരശോഷണം നടത്തിക്കൊണ്ട് ആലപ്പുഴയിലെ പാവപ്പെട്ടവന്റെ വീടുകൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട് കട്ടെടുത്തു കൊണ്ടുപോകുന്ന കരിമണലിനോളം കൂടിയ ഇനമല്ല അത്. പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, നിങ്ങൾക്കറിയുമോ അത് വില കുറഞ്ഞ കരിമണലാണ്. ആ കരിമണലിൽ നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള കരിമണലിനെ കൂട്ടിച്ചേർത്തുകൊണ്ട് വിവിധങ്ങളായിട്ടുള്ള സംരംഭങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോ നിങ്ങൾക്കറിയില്ലേ, KMML പൊതുമേഖലാ സ്ഥാപനമല്ലേ? ആ KMML ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തു കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള റിപ്പോർട്ടല്ലേ കേരളത്തിന്റെ ഗവൺമെന്റ് മുന്നോട്ട് വെച്ചത്? എന്താ കൊടുക്കാൻ പറ്റാത്തത്? കരിമണൽ കർത്ത കൊണ്ടുപോകുന്നത് കൊണ്ടല്ലേ കൊടുക്കാൻ പറ്റാത്തത്? എത്രയോ ആളുകൾ ഇവിടെ സമരരംഗത്തിറങ്ങി, എത്രയോ ആളുകളുടെ ജീവിതം നഷ്ടപ്പെട്ടു, എത്രയോ ആളുകൾ ഈ പൊതുജനങ്ങളോട് കരഞ്ഞു പറഞ്ഞു. എന്തേ കരിമണൽ കർത്ത ഈ പരിപാടി അവസാനിപ്പിക്കാത്തത്? അവസാനിപ്പിക്കില്ല. ആലപ്പുഴ പാർലമെന്റിലെ ജനാധിപത്യ വിശ്വാസികൾ നിങ്ങൾ പ്രതികരിക്കാത്തത് കൊണ്ട്, നിങ്ങൾ ശബ്ദമുയർത്താത്തത് കൊണ്ട്, നിങ്ങൾ കക്ഷിക്കും രാഷ്ട്രീയത്തിനും ജാതിമത ചിന്തകൾക്കും അതീതമായി നിങ്ങളൊരു വേലി കെട്ടിയിരുന്നുവെങ്കിൽ ഇന്ന് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ കരിമണൽ കർത്തയുടെ കൊള്ള അത് നിങ്ങൾക്ക് അവസാനിപ്പിക്കാൻ സാധിക്കുമായിരുന്നു. നിങ്ങളത് ചെയ്തില്ല. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഇവിടെ 3 സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തുണ്ട്. ഞങ്ങളെ കാണുന്ന സമയത്ത് ഒന്ന് കൈ കാണിച്ചാലോ ഞങ്ങളുടെ അരികിലേക്ക് ഒന്ന് വന്നാലോ ഇവിടുത്തെ മുസ്ലിം സുഹൃത്തുക്കൾക്കൊന്നും ഒരു പ്രശ്നവും വരാൻ പോകുന്നില്ല. കാരണം എന്താണെന്ന് അറിയുമോ? നിങ്ങൾ പള്ളിയിൽ പോകുന്നതിനേക്കാൾ കൂടുതൽ കാലം പള്ളിയിൽ പോയ ആളാണ് മിസ്റ്റർ ഷാനവാസ് ഹുസൈൻ. ഞാൻ 1992 17 വയസ്സുള്ളപ്പോ തൃശ്ശൂരില് തേക്കിൻകാട് മൈതാനിയില് ഒരു വലിയ പ്രസംഗം നടത്തുന്നു. അന്ന് നമ്മുടെ സുഷമാ സ്വരാജ് ആ വേദിയിൽ വന്നിട്ടുണ്ട്. ആ സുഷമാ സ്വരാജിനോടൊപ്പം നമ്മുടെ ഷാനവാസ് ഹുസൈൻ ബീഹാറുകാരൻ, ഞങ്ങളുടെ പാർട്ടിയുടെ അമരക്കാരനായിട്ട് അഖിലേന്ത്യാ നേതാവ് ആ വേദിയിൽ വന്നത് ഞാൻ ഓർക്കുകയാണ്. ഷാനവാസ് ഹുസൈന് നമാസ് നടത്താമെങ്കിൽ, നിസ്കരിക്കാമെങ്കിൽ, ഭാരതീയ ജനതാ പാർട്ടിയെ അംഗീകരിക്കാമെങ്കിൽ എന്നാൽ ഈ പാർട്ടിക്ക് ഒരു തെറ്റ്? പ്രിയപ്പെട്ടവരെ, നജ്മാഹത്തുള്ള ഞങ്ങളുടെ ലീഡറാണ്. അവർ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വരുന്നു. ഞങ്ങളുടെ പ്രസ്ഥാനത്തെ മനസ്സിലാക്കാൻ സാധിക്കുന്നുവെങ്കിൽ മുക്താർ അബ്ബാസ് നഖ്വി അവർക്ക് ഈ പ്രസ്ഥാനത്തെ മനസ്സിലാക്കാൻ സാധിക്കുന്നുവെങ്കിൽ പാണക്കാട്ട് തങ്ങൾ കുടുംബത്തിലെ തങ്ങൾ ഇന്ന് ഞങ്ങളുടെ പാർട്ടിയിലാണ്. ആറ്റക്കോയ തങ്ങൾ ഞങ്ങളുടെ പാർട്ടിയിലാണ്. ഖുർആനെ ഇഴകേറി പരിശോധിച്ച് പഠിച്ച് അത് പ്രസംഗിക്കാൻ സാധിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഈ അടുത്ത ദിവസം ഞങ്ങളുടെ പാർട്ടിക്കകത്തേക്ക് വന്നിരിക്കുകയാണ്. എത്രയോ ആളുകൾ. പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കളെ, നമുക്ക് വേണ്ടത് ജാതിയാണോ? നമുക്ക് വേണ്ടത് മതമാണോ? നമുക്ക് വേണ്ടത് രാജ്യമല്ലേ? ഈ രാജ്യത്തിന് ചുമരുണ്ടെങ്കിലേ ചിത്രമെഴുതാൻ സാധിക്കൂ. ഈ രാജ്യത്ത് ഞങ്ങൾ ഒറ്റ കാര്യത്തിൽ മാത്രമാണ് തർക്കം. ഇവിടുത്തെ തീവ്രവാദത്തിന് ഞങ്ങൾ എതിരാണ്. രാജ്യസ്നേഹികളായിട്ടുള്ള മുസ്ലിങ്ങൾ ഈ പ്രസ്ഥാനത്തിനകത്തേക്ക് ഞങ്ങൾ കൈപ്പിടിച്ചു കൊണ്ടുവരുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അതിനാര് തുള്ളിയിട്ടും കാര്യമില്ല. ഞങ്ങൾ അവർക്കിടയിലേക്ക് നിങ്ങൾക്കറിയുമോ, ഭാരതീയ ജനതാ പാർട്ടിയുടെ മെമ്പർഷിപ്പ് എടുക്കാൻ അഖിലേന്ത്യാ തലത്തിൽ നിന്നൊരു ഉത്തരവാദിത്വം പുറപ്പെടുവിച്ചപ്പോ നിങ്ങളുടെ സഹോദരിയായിട്ടുള്ള ഞാൻ അഖിലേന്ത്യാ തലത്തിൽ 5 പേരിൽ ഒരാളായിട്ട് പ്രവർത്തിച്ചു. നദ്ദാജി ആയിരുന്നു ക്യാപ്റ്റൻ. ഞങ്ങളുടെ സഹ ക്യാപ്റ്റൻ മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ ആയിരുന്നു. ഡൽഹിയിൽ നിന്ന് ഞങ്ങളുടെ ഓൾ ഇന്ത്യ ജനറൽ സെക്രട്ടറി, അവിടുത്തെ ദുഷ്യന്ത് ഗൗതംജി ഉൾപ്പെടെയുള്ള ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഞങ്ങൾ മെമ്പർഷിപ്പ് പ്രവർത്തനത്തിന്റെ ആ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് നീങ്ങിയപ്പോ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, എനിക്കറിയാം, ഞാൻ മലപ്പുറത്ത് 20 വർഷത്തിലധികം ജീവിച്ച ആളാണ്. ആ മലപ്പുറം ജില്ലയിലുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ ആളുകളോട് ശോഭാ സുരേന്ദ്രനെ കുറിച്ച് നിങ്ങളൊന്ന് ചോദിക്കണം. നിങ്ങൾക്കറിയുമോ, അത്രയും കാലം ഞങ്ങൾ അവിടെ താമസിച്ചു. അപ്പൊ ഞാൻ പ്രസംഗത്തിൽ കളിയാക്കിയിട്ട് പറയും, കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ പാർട്ടി ഉണ്ടല്ലോ, ആ പാർട്ടിയിലുള്ളതിനേക്കാൾ മുസ്ലിങ്ങൾ ഈ ഭാരതീയ ജനതാ പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ ഭയപ്പെടുത്തി നിർത്താമെന്നുള്ള ഒറ്റ തവണയെ നിങ്ങൾക്ക് സാധിക്കൂ. ഒരു തവണ വിജയിച്ചാൽ ഒരു സുഹൃത്ത് എന്നോട് ചോദിക്കുകയാണ്, അല്ല ശോഭാ സുരേന്ദ്രൻ, നിങ്ങൾ ജയിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഹിന്ദുക്കളുടെ മാത്രം ആളായി മാറുമോ? എന്നോട് ചോദിക്കുകയാണ്. എന്റെ നല്ലൊരു സുഹൃത്താണ്, മുസ്ലിം സുഹൃത്താണ്. അപ്പൊ ഞാൻ പറഞ്ഞു, സുഹൃത്തെ, ഇത്രയും കാര്യങ്ങളൊക്കെ ഭാരതീയ ജനതാ പാർട്ടിക്ക് അകത്തുണ്ട്. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ പാർട്ടിക്ക് ഇടുന്ന പേര് ഹിന്ദു പാർട്ടി എന്നല്ലേ, ഭാരതീയ ഹിന്ദു പാർട്ടി എന്നല്ലേ പേരിടുക? ഇത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഭാരതത്തിലെ മുഴുവൻ മനുഷ്യർക്കും അവന് ജീവിക്കണം,
അവന്റെ മതപരമായിട്ടുള്ള അവന്റെ ചിന്താഗതികൾ മുന്നോട്ട് കൊണ്ടുപോകണം. രാജ്യമാദ്യം മതം രണ്ടാമത് എന്നുള്ള സങ്കല്പത്തിൽ നിന്നുകൊണ്ടാണ് ഞാനും നിങ്ങളും സംസാരിക്കുന്നത്, ജീവിക്കുന്നത്. ഇവിടെ നമുക്കറിയാമല്ലോ ഈ മതം എന്തിനാണ്. നിങ്ങൾ ഇസ്ലാം ആണെങ്കിൽ നിങ്ങൾ ഇസ്ലാം മതത്തിൽ വിശ്വസിച്ചോളൂ, ഞങ്ങൾ ഹിന്ദു ആണെങ്കിൽ ഞങ്ങൾ ഹിന്ദു മതത്തിൽ വിശ്വസിക്കുക. ആരിഫ് ഉണ്ടല്ലോ, ആരിഫ് ഇപ്പോ ഒരു ഫോൺ കോൾ വിളിച്ചാൽ ശബരിമലയിലെ ആചാരത്തെ തകർക്കാൻ ഡിവൈഎഫ്ഐക്കാരായിട്ടുള്ള സ്ത്രീകള് മല കയറി വരുമെന്ന് പ്രസംഗിച്ച ആളിപ്പോ കനലാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അമ്പലങ്ങളുടെ മുന്നിൽ ചെന്ന് നിന്ന്. ഇത് ആളുകൾക്ക് മനസ്സിലാവില്ലേ? നാണമുണ്ടോ ആരിഫ്? ഇതാണോ സംസാരിക്കേണ്ടത്? നിങ്ങൾക്ക് ഇന്ത്യൻ പാർലമെന്റിൽ നിങ്ങൾ പോയാൽ പ്രശ്നമാണ്. എന്താ കാര്യം എന്നറിയുമോ? 3 മിനിറ്റ് സമയം. ഇന്ത്യയിൽ ഓരോ പാർട്ടിയുടെയും എണ്ണമനുസരിച്ച്, പ്രാതിനിധ്യമനുസരിച്ച് ഇത്ര സമയം ഓരോ രാഷ്ട്രീയ കക്ഷികൾക്കും പാർലമെന്റിനകത്ത് സംസാരിക്കാൻ സാധിക്കും. കാരണം അവരുടെ എണ്ണം കുറഞ്ഞു. ആരുടെ കുറ്റമാണ്? ഒരു കാലത്ത് ഇന്ത്യയുടെ പാർലമെന്റിൽ പ്രതിപക്ഷത്തിരുന്ന പാർട്ടിയാണ് AK ഗോപാലന്റെ പാർട്ടി. അങ്ങനെയുള്ള ഒരു പാർട്ടി ഇന്ന് ദേശീയ രാഷ്ട്രീയത്തിൽ ഒന്നുമല്ലാതായി പോയി. എങ്ങനെയാ വിജയിക്കുക? ആകെ ഒരൊറ്റ സ്ത്രീയാ മത്സരിക്കുന്നത്, അല്ലെ? സോഷ്യലിസം, സമത്വം, ഇൻകുലാബ് സിന്ദാബാദ് എല്ലാം പ്രസംഗിക്കും. വീടിനകത്ത് അമ്മ ചോറുണ്ടാക്കി കൊടുക്കണം, ഭാര്യ ഷർട്ട് തേച്ച് കൊടുക്കണം, ഏത് സഖാവിന് പുറത്തിറങ്ങാൻ, മകള് അച്ഛന് ടാറ്റ പറയണം. പക്ഷെ നിയമസഭയ്ക്കകത്ത് അധികാരം കിട്ടി ചെന്നപ്പോ നിയമസഭയുടെ മൂലയിൽ എന്റെ കൂടെ പ്രവർത്തിക്കാൻ 10 സ്ത്രീകൾ വേണ്ട എന്ന് തീരുമാനിക്കുന്ന ഈ പാർട്ടിക്ക് എവിടെയാണോ സഖാവ് കമ്മ്യൂണിസവും സോഷ്യലിസവും ഉള്ളത്? ഇന്നത്തെ നേതാക്കന്മാർക്ക് നിങ്ങൾ ചോദിക്കണ്ടേ? നിങ്ങൾക്ക് സമത്വമില്ല, നിങ്ങൾക്ക് സോഷ്യലിസം ഇല്ല, നിങ്ങളുടെ നേതാക്കന്മാർ നിങ്ങളെ പറ്റിക്കുകയാണ്. ഞാൻ 10 പേരെ നിങ്ങൾ ലിസ്റ്റ് എടുത്തോളൂ. ഈ അങ്ങാടിയിൽ എന്റെ പ്രസംഗം കേൾക്കുന്ന ആളുകൾ 10 ഡിവൈഎഫ്ഐക്കാരുടെ അഡ്രസ് എടുക്കുക, 10 BJPക്കാരുടെ അഡ്രസ് എടുക്കുക, 10 കോൺഗ്രസുകാരുടെ അഡ്രസ് എടുക്കുക. ആരാണ് മയക്കുമരുന്നിന് അഡിക്റ്റ് ആയിട്ടുള്ളത്? ആരാണ് ഇല്ലീഗൽ ആക്ടിവിറ്റീസിൽ മുന്നോട്ട് പോകുന്നത്? എങ്ങനെയാണ് നമ്മുടെ നാടിങ്ങനെ നശിച്ചത്? എന്താണ് ഷാനവാസ് എന്ന് പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടിക്കാരന്റെ വണ്ടിയിൽ നിന്ന് പിടിച്ചത്? MDMA ഉൾപ്പെടെയുള്ള ലഹരി മരുന്നല്ലേ? ആരാന്റെ കുട്ടികളുടെ ശരീരത്തിൽ അവർക്ക് ഈ മദ്യവും മയക്കുമരുന്നും കൊടുക്കാൻ? എനിക്കൊരു അവസരം കിട്ടിയാൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, മുസ്ലിം ഉമ്മയുടെ മകനെയും നിങ്ങൾക്ക് മയക്കുമരുന്ന് കൊടുക്കാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് മുന്നിൽ നിൽക്കുന്നത്. ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിന്റെ കാവലായി, കരുതലായി, നിങ്ങളുടെ സഹോദരിയായി, നിങ്ങളുടെ അമ്മയായി, നിങ്ങളുടെ മകളായി ഈ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നിൽക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ജനവിധി തേടുന്നത്. എനിക്ക് നിങ്ങളോട് പറയാൻ ആഗ്രഹമുള്ളത്, നരേന്ദ്രമോദിജിക്ക് എന്റെ പേരെടുത്ത് ശോഭ എന്ന് വിളിക്കാൻ അറിയും. 8 വർഷത്തോളം അദ്ദേഹത്തോടൊപ്പം വിവിധ ചുമതലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, 8 സംസ്ഥാനങ്ങളുടെ ചാർജ് വഹിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, 3 മിനിറ്റ് പറയാൻ സാധിക്കുന്ന ആള് പോണോ? അതോ നമ്മുടെ പാർലമെന്റ് സെഷൻ കഴിഞ്ഞാലും ഇവിടുത്തെ ഫിഷറീസ് മേഖലയ്ക്ക് വേണ്ടിയിട്ട് എത്രയോ മത്സ്യത്തൊഴിലാളികൾ പണിയെടുക്കുന്ന നാടല്ലേ ഇത്? ആ മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം എന്തായിരുന്നു? ആ മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു ഹാർബർ വേണ്ടേ? കിഴക്കിന്റെ വെനീസ് ആയിരുന്നില്ലേ ആലപ്പുഴ? ആലപ്പുഴയെ തകർത്തില്ലേ? ആ കിഴക്കിന്റെ വെനീസായ ആലപ്പുഴയില് മത്സ്യ വിപണന കേന്ദ്രത്തിന് ഏറ്റവും സാധ്യതയുള്ള ഈ നാടിനെ അതിനാവശ്യമായി മാറ്റിമറിക്കണ്ടേ? ഞങ്ങളുടെ ക്യാബിനറ്റ് മിനിസ്റ്റർ ഗുജറാത്തിൽ നിന്നുള്ള മോദിജിയുടെ പോലും ഗുരുനാഥനായിട്ടുള്ള പർഷോത്തം രൂപാലാജി ആയിരുന്നു. 15 തവണ അദ്ദേഹം കേരളത്തിൽ വന്നില്ലേ? കേരളത്തിന്റെ മുഖ്യമന്ത്രിയോ പ്രതിപക്ഷ നേതാവ് VD സതീശനോ ഒരു നിവേദനം കൊടുത്തോ? ആലപ്പുഴയിലെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ഒരു ഹാർബർ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. തോട്ടപ്പള്ളി സ്പിൽവേ എന്തിനാണ്? തോട്ടപ്പള്ളി സ്പിൽവേ എന്ന് പറഞ്ഞാൽ കരിമണലെ കട്ടെടുക്കാൻ വേണ്ടിയിട്ട് വായ തുറന്നിരിക്കുന്ന ഒരു സിംഹമാണ്. അല്ലാതെ തോട്ടപ്പള്ളി സ്പിൽവേയെ കൊണ്ട് എന്താ കാര്യം? ഈ ആലപ്പുഴയിൽ നമുക്ക് കിഴക്കിന്റെ വെനീസാക്കി ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിന്റെ വികസന സാധ്യതകളെ എത്തിക്കണം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ കേന്ദ്രമന്ത്രിമാരുമായി സംസാരിക്കണം. ഇവിടെ നിന്ന് MLA-മാരൊക്കെ കുറെ പോയിട്ടുണ്ടല്ലോ, അല്ലെ? 2 പാർട്ടികളിലും MLA-മാരുണ്ട്. എന്നാൽ പിന്നെ നരേന്ദ്രമോദിയോടൊപ്പം നരേന്ദ്രമോദിയുടെ പാർട്ടിയിൽ അദ്ദേഹം വിശ്വസിക്കുന്ന ഒരു പാർട്ടിയുണ്ട്, അതിനൊരു ചിഹ്നമുണ്ട്, അത് താമരയാണ്. അപ്പൊ നരേന്ദ്രമോദിജിയോടൊപ്പം നിങ്ങളെ എല്ലാവരെയും പ്രതിനിധീകരിച്ചുകൊണ്ട് ഞാൻ പോട്ടെ എന്നാണ് ചോദിക്കുന്നത്. ചില സഹോദരന്മാര് പറയും, നേതാവേ ഇങ്ങനെയൊക്കെ ഉറക്കെ സംസാരിക്കുന്ന ആളുകളെ എങ്ങനെ ജയിപ്പിക്കും? ഉറക്കെ സംസാരിക്കുന്നവരെയല്ലേ ജയിപ്പിക്കേണ്ടത്? സത്യം പറയുന്നവരെയല്ലേ ജയിപ്പിക്കേണ്ടത്? കരിമണൽ കർത്തയുടെ പെട്ടിക്കുള്ളിലെ നോട്ടുകെട്ട് കണ്ട് കണ്ണു മഞ്ഞളിക്കാത്ത പാവപ്പെട്ടവരുടെ കൂടെ ചങ്ക് ചേർത്ത് നിൽക്കാമെന്ന് പറയുന്ന ഈ കാട്ട് കള്ളന്മാരെ നാട് കടത്തണമെന്ന് പറയുന്ന, അതിനെന്ത് വേണമെങ്കിലും നഷ്ടപ്പെടുത്താമെന്ന് പറയുന്ന, ഞാനിതാ കേസിന് ജാമ്യമെടുക്കാൻ വേണ്ടി പാലക്കാട്ടേക്ക് പോവുകയാണ്. ഞാൻ ഏതെങ്കിലും ഒരാളുമായിട്ട് തർക്കിച്ചിട്ടല്ല, അതിർത്തി തർക്കത്തിൽ പോയിട്ടല്ല. ഞാൻ മലപ്പുറം ജില്ലയിൽ കേസുമായിട്ട് പോവുകയാണ്. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും തെരഞ്ഞെടുപ്പിന് മുൻപ് കേസുകളുമായിട്ട് ഇവിടുത്തെ പോലീസ് അധികാരി
ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, എന്തിനാണ് ഞാൻ ടോളിൽ തല്ലുകൊണ്ടത്? എന്തിനാണ് ഞാൻ സർജറി ചെയ്തത്? ഇതൊന്നും BJP വളർത്താൻ വേണ്ടിയല്ല, ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ ഇവിടുത്തെ സഹോദരി സഹോദരന്മാരോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, നമുക്ക് മത്സ്യമേഖലയെ മാറ്റിമറിക്കണം. ഇപ്പോ ആരിഫിക്ക ഒരു ഫ്ലക്സ് ബോർഡ് വെച്ചിട്ടുണ്ട്, 10 വയസ്സിനേക്കാൾ കൂടുതലാണ്. അപ്പൊ ഇക്ക എന്ന് വിളിച്ചാലും വലിയ മോശമൊന്നുമില്ല. അദ്ദേഹം വെച്ച ഫ്ലക്സ് ബോർഡിൽ പറയുന്നത് 2000 കോടി രൂപ റെയിൽവേ വികസനത്തിന് വേണ്ടി കൊണ്ടുവന്നു, ഹൈവേ വികസനത്തിന് വേണ്ടി കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവരാൻ സാധിച്ച ഒരാളാണെങ്കിൽ ഇവിടുത്തെ ആലപ്പുഴയിലെ പുറക്കാട് ഭാഗത്തുള്ള നെൽകർഷകരുടെ മട ഇടിഞ്ഞു വീഴുമ്പോ ആ മടയൊന്ന് നവീകരിക്കാൻ വേണ്ടിയിട്ട് അത് താൽക്കാലികമായി പൊളിഞ്ഞ് വീഴാതിരിക്കാനുള്ള ഒരു പദ്ധതി സബ്മിറ്റ് ചെയ്യാമായിരുന്നില്ലേ അവിടെ? ഇത് കൊണ്ടുവന്നത് നരേന്ദ്രമോദി, വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി 0 രൂപ കൊടുക്കാതെ നിങ്ങൾക്ക് നല്ല റോഡുകൾ തന്നപ്പോ ആ വിശാലമായ റോഡിന്റെ മുകളിൽ പിണറായി വിജയന്റെ മകൻ വിവേകിന്റെ അമ്മായി അച്ഛൻ പ്രകാശ് ബാബുവിനെ കൊണ്ട് എന്ത് വെച്ചു? ക്യാമറ വെപ്പിക്കുകയാണ് ഉണ്ടായത്. കോടിക്കണക്കിന് അഴിമതി. ഈ തെക്കൻ കേരളത്തിൽ നിന്ന് പോയ സഹോദരൻ പറഞ്ഞില്ലേ, ജെയിംസ് മാളമറ്റം 49 കോടിക്ക് ഞാൻ ക്യാമറ വെക്കാം. അപ്പൊ മുഖ്യമന്ത്രിക്ക് സമ്മതമായില്ല. അപ്പോ അൽഹിന്ദ് കമ്പനി, നമ്മുടെ പഴയ അഹമ്മദ് ഇല്ലേ, ലീഗിന്റെ നേതാവ്, അഹമ്മദ് ഖയുടെ ബന്ധുവിനൊരു കമ്പനിയുണ്ട്. അൽഹിന്ദ് കമ്പനി പറഞ്ഞു 69 കോടിക്ക് ഞങ്ങൾ വെക്കാം. എന്താ കാര്യം? അവിടുത്തെ ചില നേതാക്കന്മാരൊക്കെ പറഞ്ഞു, ടെൻഡർ നിങ്ങൾക്ക് കിട്ടിയാൽ ഞങ്ങൾക്ക് ഇത്ര തരണം. അങ്ങനെ അൽഹിന്ദ് കമ്പനിക്കാരൻ പോയി. അൽഹിന്ദ് കമ്പനിക്കാരന്റെ ക്യാമറ അവിടേക്ക് പ്രകാശ് ബാബു കയറി ചെല്ലുന്ന പടമുണ്ട്. അൽഹിന്ദ് കമ്പനിയുടെ മിനിറ്റ്സ് ബുക്കില് പ്രകാശ് ബാബു ഒപ്പുവെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഈ ക്യാമറ വെച്ചത് എത്ര രൂപയ്ക്കാണെന്ന് അറിയുമോ? 389 കോടി രൂപയുടെ ക്യാമറയാണ് ഇവരിവിടെ വെച്ചത്. ആ ക്യാമറ വെച്ച് നമ്മൾ കൊടുത്ത റോഡില്, ആരുടെ റോഡില്? മോദിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷെ എനിക്കും നിങ്ങൾക്കും അവകാശപ്പെട്ട നമ്മുടെ ഭാരതത്തിന്റെ ഖജനാവാണ്. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ അടൽ ബിഹാരി വാജ്പേയി അധികാരത്തിൽ വന്ന് ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം കൊടുത്തപ്പോ അദ്ദേഹം പറഞ്ഞു, എല്ലാവർക്കും വിദ്യാഭ്യാസം, സർവശിക്ഷ അഭിയാൻ, ഏകാധ്യാപക പാഠശാല, എല്ലാവർക്കും, എല്ലാ കുട്ടികൾക്കും. ഒരു കുട്ടി പഠിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ കുട്ടിയെ കാട്ടിൽ പോയി പഠിപ്പിക്കാൻ അധ്യാപകൻ വേണം, അധ്യാപിക വേണം. അതിന്റെ എല്ലാവർക്കും കുടിവെള്ളം കൊടുക്കാൻ പറഞ്ഞു. ആ പദ്ധതിയാണ് ഇപ്പൊ നടക്കുന്ന ജൽനൽ പദ്ധതി. ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ എല്ലാ വീടുകളിലേക്കും ആ ശുദ്ധജലത്തിന്റെ പദ്ധതി എന്താ വരാതിരുന്നത്? കൊണ്ടുവന്നു നിങ്ങൾ. 2024 എന്നൊരു വർഷമുണ്ടെങ്കിൽ വീടില്ലാത്ത ഒരാൾ പോലും ഉണ്ടാകരുത് എന്നല്ലേ നരേന്ദ്രമോദി ഗവൺമെന്റ് പറഞ്ഞത്? മുസ്ലിമോ ക്രിസ്ത്യാനിയോ ഹിന്ദുവോ പാഴ്സിയോ ജൈനനോ ജൂതനോ ആരുമാകട്ടെ, എല്ലാവർക്കും വീട് കൊടുക്കാൻ കൊണ്ടുവന്ന പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പേര് പിണറായി വിജയൻ മാറ്റി, ലൈഫ് എന്നാക്കി മാറ്റി. ശരി, നിങ്ങൾ എന്തെങ്കിലും ഒരു പേര് വെക്ക് സാറേ, പക്ഷെ ഇതൊന്നും പാവങ്ങൾക്ക് കൊടുക്കണ്ടേ? നിങ്ങൾ കൊടുക്കാൻ തയ്യാറല്ല. പാവപ്പെട്ടവർക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിലൂടെ വീട് കിട്ടാൻ സാധിച്ചില്ല. 10,000 വീടുകൾ മാത്രം ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലേക്ക് കിട്ടിയെങ്കിൽ അതിനർത്ഥം ഇവിടുത്തെ ഭരണകക്ഷിയും പ്രതിപക്ഷവും ഒരുമിച്ച് ആ പദ്ധതിയെ അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് കൊണ്ടല്ലേ? അത് ഞാൻ ഒരു വീടിന്റെ കാര്യം പറയുകയാണ്. ഞാൻ നിങ്ങളുടെ സഹോദരി ഈ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു കഴിഞ്ഞാൽ എനിക്ക് അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കും, ഞാനൊരു സീറ്റിനും റെക്കമെൻഡേഷന് പോയിട്ടില്ല. എനിക്ക് 2 ആൺകുട്ടികളാണ്. 2 നന്നായി പഠിച്ചു. ഒരാള് ലോകത്തെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയിൽ ആ കുട്ടിയുടെ പഠിപ്പ് കഴിഞ്ഞ് അവൻ എനിക്ക് സങ്കല്പിക്കാൻ സാധിക്കാത്ത ശമ്പളത്തില് ആ കുട്ടി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2ാമത്തെ അയാൾക്ക് കുറച്ച് സിനിമാ താല്പര്യങ്ങളും അതുപോലെ തന്നെ നാഷണൽ ഫുട്ബോൾ പ്ലെയറാണ്. അപ്പൊ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്ക് രാഷ്ട്രീയക്കാരുടെ സാധാരണ ഈ തട്ടുപൊളിപ്പൻ പരിപാടിയും കള്ളത്തരമുണ്ടല്ലോ, അതൊന്നും മാറ്റിവെക്കാനുള്ള അവസരം ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള നിങ്ങൾ കൊടുക്കണം. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നിങ്ങളുടെ വോട്ടവകാശം നിങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിച്ചില്ലെങ്കിൽ ലോകം മുഴുവൻ പറയുകയാണ് ഭാരതം മുന്നേറുന്നു. സാമ്പത്തിക യൂണിവേഴ്സിറ്റിയിലെ തലതൊട്ടപ്പൻ മോർഗൻ സ്റ്റാൻലി, ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തലവൻ, ആ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് അവര് പറയുകയാണ്, അടൽ ബിഹാരി വാജ്പേയി രാജ്യത്ത് ഭരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോ ഭാരതത്തിന്റെ സാമ്പത്തിക മേഖല വളരുകയായിരുന്നു. പക്ഷെ പ്രിയപ്പെട്ടവരെ, അതിനെ തുടർന്ന് 10 വർഷക്കാലം UPA ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. കേരളത്തിൽ നിന്ന് പോയ പിണറായി വിജയന്റെ പാർട്ടിക്കാർ പിന്തുണച്ചു. അങ്ങനെ 5 വർഷക്കാലം UPA ഗവൺമെന്റ് ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം നൽകി. വീണ്ടും 2ാം UPA ഗവൺമെന്റ് വന്നു. 10 വർഷം കഴിഞ്ഞപ്പോ അതേ മോർഗൻ സ്റ്റാൻലി പറഞ്ഞു, നമ്മുടെ നാട് പാകിസ്ഥാനേക്കാൾ ശ്രീലങ്കയേക്കാൾ സാമ്പത്തിക മേഖലയിൽ അധപ്പതിക്കാൻ പോകുന്നു. എങ്ങനെ ഈ ഭാരതത്തെ രക്ഷിക്കും? അവിടെ നിന്നാണ് ശ്രീമാൻ നരേന്ദ്രമോദി തുടങ്ങിയത്. ആ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോ അദ്ദേഹം ഭൂമി ദേവിയെ തൊട്ട് നമസ്കരിച്ച് പാർലമെന്റിനകത്ത് കയറിയിട്ട് അദ്ദേഹം പറഞ്ഞ എന്താണെന്ന് അറിയുമോ? ഹിന്ദു കുട്ടികളെ കുറിച്ചല്ല,
അമ്പലത്തിൽ പോകുന്നവരെ കുറിച്ചല്ല അദ്ദേഹം പറഞ്ഞത്. എന്റെ പെൺകുട്ടികൾ, എന്റെ അമ്മമാർ, നോർത്ത് ഇന്ത്യയിലെ എന്റെ ഉമ്മമാർ, അവർക്ക് ആവശ്യമായിട്ടുള്ള കുളിമുറിയും കക്കൂസും 57% വരുന്ന ഗ്രാമങ്ങളിൽ പ്രിയപ്പെട്ടവരെ ഇന്ത്യയിൽ ഒരു കുളിമുറിയോ കക്കൂസോ ഉണ്ടായിരുന്നില്ല. അവിടെ നിന്നാണ് അദ്ദേഹം തുടങ്ങിയത്. അതിന്റെ പേരാണ് സ്വച്ഛ് ഭാരത് പദ്ധതി. ആ സ്വച്ഛ് ഭാരത് പദ്ധതിയുടെ പേര് പിണറായി വിജയൻ മാറ്റിയിട്ട് ഹരിത കേരളം പദ്ധതി എന്നാക്കി മാറ്റി. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ബാലഗോപാൽ കണക്ക് പറയുന്നുണ്ടല്ലോ. ബാലഗോപാലിന് ഒരു പൂജ്യം ഒരു പ്രശ്നമല്ല. നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ പറഞ്ഞു, നിങ്ങൾ കേരളം കണക്ക് തരണം, കേരളം കണക്ക് തന്നാലേ കേന്ദ്രത്തിന്റെ പണം കിട്ടൂ. എന്താ കാര്യമെന്നറിയുമോ? ഇതേതെങ്കിലും കരിമണൽ കർത്തയുടെ പണം വാങ്ങിയിട്ട് പെട്ടിയിൽ വെച്ച് കോടികൾ ഉണ്ടാക്കിയതല്ല. ഇത് ഇന്ത്യൻ ജനാധിപത്യത്തിലെ പാവപ്പെട്ടവരുടെ പണമാണ്. ആ പണം എടുത്തുകൊണ്ട് രാജ്യത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൊടുക്കുമ്പോ അത് ഈ രാജ്യത്തിന് വേണ്ടി ആയിരിക്കണമെന്ന് തീരുമാനമുള്ള, ബോധ്യമുള്ള ശ്രീമാൻ നരേന്ദ്രമോദി ഈ ഭാരതത്തെ ഭരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോ ഒരു പെൺകുട്ടി വീട്ടിൽ ജനിച്ചു വീണാൽ അവൾക്ക് സുകന്യാ സമൃദ്ധി പദ്ധതി, ഒരു സ്ത്രീ ഗർഭിണിയായാൽ അവൾക്ക് ഇന്ദ്രധനുഷ് യോജന പദ്ധതി, അവൾ അമ്മയായാൽ മാതൃവന്ദനം പദ്ധതി, 18 വയസ്സിനും 50 വയസ്സിനും ഇടയിലുള്ളവർക്ക് നിരവധിയായിട്ടുള്ള സ്റ്റാർട്ടപ്പ് പദ്ധതികൾ, സ്റ്റാൻഡപ്പ് പദ്ധതികൾ. നമ്മുടെ ഭാരതം 16 ലോകരാജ്യങ്ങളിലേക്ക് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഭാരതത്തിൽ നിന്ന് യുദ്ധോപകരണങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നു. അരൂരിൽ നിന്ന് അങ്ങോട്ടേക്ക് നോക്കിയാൽ അമ്പരചുംബിയായ കെട്ടിടങ്ങൾ, അരൂരിൽ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ കൊച്ചിൻ ഷിപ്പ്യാർഡ്, കൊച്ചിൻ റിഫൈനറി, അരൂരിൽ നിന്ന് ഇങ്ങോട്ട് നോക്കിയാൽ ഈ ആലപ്പുഴക്കാർക്ക് ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നാട്ടിലുള്ളവർ ഇവിടെ നിന്ന് പോയി, പ്രതിബദ്ധതയുള്ളവർ പോയിട്ടില്ല എന്നാണ് അതിനർത്ഥം. പോകണ്ടേ, പോകണ്ടേ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി, നമ്മുടെ നാടിന് വേണ്ടി. അതിനൊരു മാറ്റം വരുത്തണം. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ എനിക്കൊരു ചെറിയ കൊട്ടേഷൻ കിട്ടിയിട്ടുണ്ട്. കരിമണൽ കർത്തയുടെ സിൽബന്ധികൾ പറയുകയാണ്, ശോഭാ സുരേന്ദ്രൻ എല്ലാ പ്രസംഗത്തിലും കരിമണൽ കർത്തയെ കുറിച്ച് പറഞ്ഞാൽ ജീവനോടുകൂടി ആലപ്പുഴയിൽ നിന്ന് പോകാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പൊന്നു മാഷേ, ഞാൻ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഈ പൊതുപ്രവർത്തനം. 13 വയസ്സിൽ ബാലഗോകുലത്തിന്റെ പ്രവർത്തനത്തിലൂടെ കടന്നു വന്ന് 21 വയസ്സുവരെ ആ പ്രസ്ഥാനങ്ങൾക്കകത്ത് ABVP-യിലും പ്രവർത്തിച്ച് അത് കഴിഞ്ഞ് യുവമോർച്ചയിൽ വന്ന് നൂലിൽ കെട്ടി ഇറക്കിയതല്ലെന്നെ. ഇതെന്റെ 9ാമത്തെ തെരഞ്ഞെടുപ്പാണ് പ്രിയപ്പെട്ടവരെ. 2 തെരഞ്ഞെടുപ്പിൽ ഞാൻ 2ാം സ്ഥാനത്ത് വന്നു. ഇത് എന്റെ 9ാമത്തെ തെരഞ്ഞെടുപ്പാണ്. എന്റെ ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് വിജയം എന്നുള്ളതല്ല. എന്റെ 1ാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ കള്ളന്മാരുടെ മുഖം മൂടിയുണ്ടല്ലോ, അത് പിച്ചു ചിന്തിയെറിയുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരാളുടെ കൂടെ നിങ്ങൾ നിൽക്കണമോ? നിങ്ങൾ ചിന്തിക്കുക. എനിക്കധികം ഫ്ലക്സ് ബോർഡൊന്നും ഉണ്ടാകില്ല. ഫ്ലക്സ് ബോർഡും പോസ്റ്ററും എന്റെ കാണുന്നത് കുറവാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, കടക്കാരിൽ നിന്ന് കാശ് പിരിച്ചത് ശോഭാ സുരേന്ദ്രൻ കുറവാണ്, വേണുഗോപാൽ കൂടുതൽ പിരിച്ചു. ആരിഫും പിരിച്ചാൽ ഫ്ലക്സ് ബോർഡ് വരും. അധ്വാനിച്ച് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഫ്ലക്സ് ബോർഡ് അടിച്ച് റോട്ടിൽ വെക്കുന്നതല്ല. പക്ഷേ ഞാൻ എന്റെ പ്രവർത്തകരോട് പറഞ്ഞിട്ടുണ്ട്, അവരുടെ വലിയൊരു ബോർഡ് വെച്ചാൽ എനിക്ക് നിർബന്ധമുണ്ട്. എന്താണ്? പൊന്നു വേണ്ട, പൊന്നിരിക്കുന്ന സ്ഥലത്ത് ഒരു മുക്കുറ്റിയെങ്കിലും ഇരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഇതെന്റെ പ്രവർത്തകർ ഏറ്റെടുക്കുമെന്നുള്ള ഉറപ്പെനിക്കുണ്ട്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഞാൻ നല്ല ജീപ്പിൽ നടന്നാൽ അത് നിങ്ങളുടെ പണമാണ്. ഞാൻ കൂടുതൽ ഫ്ലക്സ് ബോർഡ് അടിച്ചാൽ അതിവിടുത്തെ കേരളത്തിലെ ജനങ്ങളുടെ പണമാണ്. ഞാനിവിടെ കൂടുതൽ തെരഞ്ഞെടുപ്പ് ചെലവിന് ഫണ്ട് ഉപയോഗിച്ചാൽ അത് നിങ്ങളുടെ പണമാണ്. നിങ്ങൾ ഫ്ലക്സ് ബോർഡിലെ തല നോക്കിയിട്ട് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ട. ഒരു കപ്പലണ്ടി പൊതിയുമായിട്ട് KC വേണുഗോപാൽ പാർലമെന്റിനകത്ത് പോയിരിക്കും. ക്യാ വേണുഗോപാൽ കേസായേ, ആലപ്പുഴ का लोगों को बीच में क्या चल रहा है മോദിജി ചോദിച്ചു കഴിഞ്ഞാൽ വേണുഗോപാല് കണ്ണു ചീപിച്ചിരിക്കും. എന്താ? ഒന്നും വാങ്ങില്ല, ഒന്നും ചോദിക്കില്ല. നരേന്ദ്രമോദി തരാൻ തയ്യാറാണെങ്കിലും അത് വാങ്ങാനുള്ള ഇച്ഛാശക്തി അതുണ്ടാകില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് തീരുമാനിച്ചാൽ, എന്റെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നിങ്ങൾ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചുകൊണ്ട് എന്നെ നിങ്ങൾ ഡൽഹിയിലേക്ക് പറഞ്ഞയച്ചാൽ എന്റെ 2ാമത്തെ പണി എന്ന് പറയുന്നത് ഈ കരിമണൽ കർത്തയെ ആലപ്പുഴയിൽ നിന്ന് മുസൽമാനും ഹിന്ദുവും ക്രിസ്ത്യാനിയും നിങ്ങൾ എല്ലാവരും കൈതരണം. ഈ കാട്ടുകള്ളനെ ഇവിടെ നിന്ന് കെട്ടുകെട്ടിക്കുക എന്നുള്ള തീരുമാനം, ആ സമരപ്രഖ്യാപനം അതായിരിക്കും തോട്ടപ്പള്ളിയിൽ നമ്മൾ കാണിച്ചു കൊടുക്കാൻ പോകുന്നത്. ഇത് 1ാമത്തെ ലക്ഷ്യം. 2ാമത്തെ ലക്ഷ്യം, ഞാനൊരു ഫ്ലക്സ് ബോർഡ് അടിക്കുന്നുണ്ട്. ആ ഫ്ലക്സ് ബോർഡിന് എന്റെ ജനങ്ങളോടുള്ള വാഗ്ദാനമാണ്, എന്റെ കയ്യിൽ ഒരു കുട്ടി വീടുണ്ടായിരിക്കും. ആ കുട്ടി വീടിന്റെ 1ാമത് വീട് സ്പോൺസർ ചെയ്തിട്ടുള്ളത് എന്റെ മകൻ ശാസ്ത്രജ്ഞനാണ്. അവനോട് ഞാൻ പറഞ്ഞു 10 ലക്ഷം രൂപ തരണം. അപ്പൊ എന്നോട് ചോദിച്ചു, വേണോ അമ്മേ? ഞാൻ പറഞ്ഞു വേണം. കാരണം പാവപ്പെട്ടവർക്ക് ഒരു വീട് കൊടുക്കണം.
രണ്ടാമത്തെ മകനോട് ഞാൻ പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞു, എനിക്ക് ചേട്ടന്റെ അത്ര ശമ്പളമില്ല. എന്നാ ശരി, നീ ഒരു പകുതി വീട് പണിയാൻ 5 ലക്ഷം രൂപ തരണം. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, ഞാൻ എന്റെ കേന്ദ്രമന്ത്രിമാരോട്, മുഖ്യമന്ത്രിമാരോട്, എന്റെ കൂട്ടുകാരോട്, ഇന്ത്യയിൽ ഇത്രയും 30 കൊല്ലം പ്രവർത്തിച്ചപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള എന്റെ സൗഹൃദങ്ങളോട് ഞാൻ ആവശ്യപ്പെടാൻ ആഗ്രഹിക്കുന്നു. ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നിങ്ങൾ എന്നെ വിജയിപ്പിച്ചാൽ വീടില്ലാത്ത ഒരാൾ പോലും 5 വർഷം കഴിയുമ്പോ ഈ പാർലമെന്റ് മണ്ഡലത്തിനകത്ത് ഉണ്ടാകില്ല എന്നുള്ളതാണ് എന്റെ പ്രഖ്യാപനം. അതിന് മണിച്ചിത്രത്താഴിലെ മോഹൻലാൽ പറഞ്ഞതുപോലെ ഏതു വഴിയും ഞാൻ സ്വീകരിക്കും എന്നുള്ളതാണ്. അത് കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതി, കേരള ഗവൺമെന്റിന്റെ പദ്ധതി, ചെയ്യാവുന്ന മുഴുവൻ പദ്ധതികളും കൂട്ടത്തിൽ ഇവിടുത്തെ മനുഷ്യർ അവർ ഉപയോഗിക്കുന്ന പണം ഞാൻ എടുക്കില്ല. നിങ്ങൾ ഒരുമിച്ച് നിന്ന് നിങ്ങൾ എണ്ണി നോക്കും എത്ര കിട്ടി. ഒരു മുസൽമാനും ഒരു ക്രിസ്ത്യാനിയും ഒരു ഹിന്ദുവും അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളുടെ ഒരു കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് നമ്മൾ ആലപ്പുഴയുടെ കൊച്ചു വീടെന്ന സങ്കല്പത്തിന് വേണ്ടി നമ്മൾ മുന്നോട്ട് പോകും. കാർഷികമായി ഒരുപാട് പറയാനുണ്ട്. എനിക്ക് ഈ ചെറിയ മൈക്കിൽ പ്രസംഗിക്കാൻ ബുദ്ധിമുട്ടാണ്. എന്താ കാരണം എന്നറിയുമോ? കഴിഞ്ഞ 10-30 വർഷമായിട്ട് ഈ പ്രസംഗം തന്നെയാണ് പണി. അതുകൊണ്ട് എന്റെ ഇവിടെ കൂടിയിട്ടുള്ള സഹപ്രവർത്തകര് എന്നോട് പൊറുക്കണം. നമുക്ക് നല്ല പൊതുയോഗം നടക്കുന്ന സമയത്ത് ദീർഘമായിട്ട് പ്രസംഗിക്കാം. ഇന്ന് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തിനാ ചെയ്തത്? അരവിന്ദ് കെജ്രിവാളിന് 116 ടെക്നോളജി ടീം ഉണ്ടായിരുന്നു. 116 ടെക്നോളജി ടീം. എന്തിനാണ്? അരവിന്ദ് കെജ്രിവാൾ ഇങ്ങോട്ട് ചെരിഞ്ഞാൽ അങ്ങോട്ട് ചെരിഞ്ഞാൽ അരവിന്ദ് കെജ്രിവാളിന്റെ ശരീരം എങ്ങനെ നിർത്തണം, എങ്ങനെ നമസ്കാരം പറയണം, എങ്ങനെ ആളുകളോട് സംസാരിക്കണം, ഇങ്ങനെ അണ്ണാ ഹസാരെ പറഞ്ഞു. അരവിന്ദ് കെജ്രിവാളിന്റെ വഴി തെറ്റിപ്പോയത് കൊണ്ടാണ് ഇന്ന് അരവിന്ദ് കെജ്രിവാളിന് അറസ്റ്റ് ചെയ്യപ്പെടേണ്ടി വന്നത്. മദ്യത്തിനെതിരെ പ്രസംഗിക്കുന്ന ആൾ പിന്നെ എങ്ങനെയാണ് കോടാനുകോടി രൂപയുടെ മദ്യലോബിക്ക് വേണ്ടി പണിയെടുക്കുക? സ്വന്തം കൂടെയുള്ള വകുപ്പ് മന്ത്രിമാർ എങ്ങനെയാണ് അത്തരത്തിൽ പ്രവർത്തിക്കാൻ പോവുക? ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, എന്റെ പാർട്ടിയിലാകട്ടെ വേറെ ഏത് പാർട്ടിയിലാകട്ടെ തെറ്റ് ചെയ്തവരുണ്ടെങ്കിൽ അവരെ ശിക്ഷിക്കണമെന്നുള്ള അഭിപ്രായം തന്നെയാണ് ഞങ്ങളുടെ പ്രസ്ഥാനത്തിനുള്ളത്. പ്രിയപ്പെട്ടവരെ, അരവിന്ദ് കെജ്രിവാളിന്റെ പിറകിൽ രാജസ്ഥാനിലെ ശിശ്രാമോളിയുടെ കുടുംബാംഗങ്ങളോടൊപ്പം കൈവിലങ്ങുമായിട്ട് കേസ് നടക്കുന്നത് നിങ്ങൾക്ക് ഭാവിയിൽ കാണാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എനിക്ക് അദ്ദേഹത്തോട് വലിയ വൈരാഗ്യ ബുദ്ധിയൊന്നുമില്ല. പക്ഷെ പ്രശ്നം ഒന്നേ ഉള്ളൂ. എന്താണെന്നറിയുമോ? നിങ്ങളുടെ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ ഈ വിഭവത്തെ, ഈ കരിമണലിനെ, അതിനെ ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താതെ അതിനെ കവർന്നെടുത്ത് കൊണ്ടുപോകാൻ ശ്രമിച്ചു. കൂട്ടുകാരനാണ് ആരിഫ്. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു കേന്ദ്രമന്ത്രിയോട്, ഏതെങ്കിലും ഒരു പരിസ്ഥിതി വകുപ്പിന്റെ മന്ത്രിയോട് ഒരു പരാതി, എന്റെ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ കരിമണൽ കച്ചവടത്തെ കുറിച്ച് എനിക്ക് പരാതിയുണ്ട്, ആലപ്പുഴയിലെ ജനങ്ങളോടൊപ്പം ഞാനുണ്ട് എന്ന് ഒരക്ഷരം പറയാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി കഴിഞ്ഞ 5 വർഷം ശ്രമിച്ചില്ല. എന്താ കാരണം? ഫോൺ ചെയ്ത് കർത്താജി ഞാൻ താങ്കളുടെ കൂടെയാണ് എന്ന് പറയുമ്പോ എങ്ങനെ ചെയ്യാൻ സാധിക്കും? എന്നെ വിഗ്രഹങ്ങൾ ഉടഞ്ഞു വീഴുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ വിഗ്രഹങ്ങൾ ഉടഞ്ഞു വീഴുകയാണ്. കരിമണൽ കർത്തയെ കുറിച്ച് കൂടുതൽ സംസാരിക്കണ്ട എന്ന് വലിയ വിഗ്രഹങ്ങളായിട്ട് മനസ്സിൽ കൊണ്ട് നടക്കുന്ന പല പാർട്ടിയിലെയും നേതാക്കന്മാർ എന്നോട് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ആ ഉടഞ്ഞ വിഗ്രഹങ്ങളുടെ പേരുണ്ടല്ലോ, അത് മൈക്കിലൂടെ വിളിച്ചു പറയാനുള്ള അവസരം നിങ്ങൾ ഉണ്ടാക്കരുത്. ഇനി മേലാൽ എന്റെ ഫോണിലേക്ക് കരിമണൽ കർത്തക്കെതിരെ സംസാരിക്കരുത് എന്ന് പറഞ്ഞ് ആര് വിളിച്ചാലും അയാളുടെ പേര് ഞാൻ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങളുടെ മുന്നിൽ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് മാറാൻ, നമ്മുടെ കുഞ്ഞുങ്ങളെ മാറ്റാൻ, നമുക്ക് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാകാൻ, നമുക്ക് ഇവിടുത്തെ ചെമ്മീൻ പീലിംഗ് ഫാക്ടറിയിൽ പോകുന്ന സ്ത്രീകൾക്ക് അവർക്ക് തൊഴിലിന് ശമ്പളം കിട്ടാൻ, പൂട്ടിക്കിടക്കുന്ന കയർ ഫാക്ടറികളെ പുനരുദ്ധരിക്കാൻ, നമ്മുടെ അമ്മമാരും ഉമ്മമാരും ഒക്കെ വീടിനകത്ത് കിട്ടുന്ന ഒഴിവ് സമയം കയറ് പിരിച്ചുണ്ടാക്കി അത് വിൽക്കാൻ, കർഷകർക്ക് അവർ ഉത്പാദിപ്പിക്കുന്ന നെല്ലിന്റെ വില കിട്ടാൻ അവർക്ക് റെസിറ്റ് വാങ്ങേണ്ട കാര്യമില്ല. കയർ ബോർഡിന്റെ ചെയർമാൻ, ഞാൻ പോയി പറയും, കയർ ബോർഡിന്റെ ചെയർമാനായിരിക്കുക ആരാണ്? കേന്ദ്രം BJP നേതൃത്വം നൽകുന്ന NDA ഭരിക്കുമ്പോ കയർ ബോർഡിന്റെ ചെയർമാനായിരിക്കുന്ന വ്യക്തിയുമായിട്ട് ഒരു പാർലമെന്റിലെ പാർലമെന്റേറിയൻ ഇവിടുത്തെ ആവശ്യങ്ങൾ ഉന്നയിക്കുകയാണെങ്കിൽ കോടികൾ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കില്ലേ? അങ്ങനെയുള്ള നിരവധി പദ്ധതികൾ നമുക്ക് ആവിഷ്കരിച്ചെടുക്കേണ്ടതുണ്ട്. നമുക്ക് മാറണം. നമുക്ക് നിങ്ങളും ഞങ്ങളും എന്നില്ല, നമ്മൾ ഭാരതീയർ ഒറ്റ പോയിന്റേ ഉള്ളൂ. ഇപ്പൊ എന്താ പറയുന്നത്? CAA കൊണ്ടുവന്നു. അത് പറഞ്ഞ് ഞാൻ നിർത്താം. എന്നോട് ഒരു മുസ്ലിം സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട്, മുസ്ലിങ്ങൾ 4 ആൾ നിൽക്കുന്ന ഒരു ജംഗ്ഷൻ ആണെങ്കിൽ ശോഭാ സുരേന്ദ്രൻ പൗരത്വ നിയമത്തെ കുറിച്ചൊന്ന് പറയണം. അവൻ ആകെ ആശങ്കയിലാണ്. എന്താണ് ഈ പൗരത്വ നിയമം? പൗരത്വ നിയമം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാരതത്തിൽ നിന്ന് ഈ രാജ്യം 2ആയി പിളർന്നു പോയപ്പോ
പാകിസ്ഥാനിലേക്ക് പോകണം എന്ന് ആഗ്രഹിച്ചവരുടെ കൂട്ടത്തിൽ കുറെ ഹിന്ദുക്കളായിട്ടുള്ള കാശ്മീരിൽ നിന്ന് പലായനം ചെയ്യപ്പെട്ട ആളുകൾ പെട്ടുപോയി. അത് വിവിധ നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തിയിൽ കിടക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിൽ അങ്ങനെ ഒരു ന്യൂനപക്ഷം പെട്ടുപോയി. ആ ന്യൂനപക്ഷങ്ങൾക്ക് ഈ നാട്ടിലേക്ക് വരാൻ ആഗ്രഹമുണ്ട്. ആ ന്യൂനപക്ഷങ്ങൾക്ക് അവിടെ ജീവിക്കാനുള്ള വി.ഡി. സതീശൻ എന്താ പറയുന്നത് നാട്ടുകാരോട്, മുസ്ലിങ്ങളോട്, പാവപ്പെട്ട എഴുത്തും വായനയും അറിയാത്ത ഉമ്മച്ചിയുടെ അടുത്ത് ചെന്നിരുന്ന് പറയാം, ഉമ്മ ഈ BJP-ക്കാർ നാട് ഭരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട് വരെ പൊളിച്ചു കളയുമെന്നല്ലേ പറയുന്നത്. ഇത്ര നട്ടാൽ കുതിക്കാത്ത 4,000 രൂപ കൊടുത്ത് നിങ്ങൾ പരസ്യം കൊടുക്കുന്നു. ഇതിനെല്ലാം ഒരു മാറ്റമുണ്ടാകണം. ആ മാറ്റമുണ്ടാക്കാനാണ് നമ്മുടെ നാട്ടിൽ നരേന്ദ്രമോദി ലോകാരാധ്യനായി ഇന്ത്യൻ പാർലമെന്റിനകത്തുള്ളത്. അദ്ദേഹത്തോടൊപ്പം ചെല്ലാൻ ശോഭ മതി എന്നാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികൾ എന്നെ അനുഗ്രഹിക്കണം. എന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം താമരയാണ്. ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. എന്റെ മോദിജി പറഞ്ഞതുപോലെയാണ് എന്റെ പ്രഖ്യാപനം. എന്താണ് ഒന്നാമത്തെ പ്രയോറിറ്റി? ഇവിടുത്തെ പാവപ്പെട്ടവർക്ക് വീട്. രണ്ടാമത്തെ പ്രയോറിറ്റി ഇവിടുത്തെ ബിസിനസ്സുകാര് അവരുടെ ഉപജീവന മാർഗത്തോടൊപ്പം പാവപ്പെട്ട ജനങ്ങൾക്ക് കൂടുതൽ തൊഴിൽ കൊടുക്കാനുള്ള തൊഴിൽ സംരംഭങ്ങൾ വർദ്ധിക്കുക. മൂന്നാമത്തെ പ്രയോറിറ്റി ഇവിടുത്തെ കാർഷിക മേഖലയിൽ പണിയെടുക്കുന്നവരെ നിലനിർത്തുക. എല്ലാം കൂടി 5 കൊല്ലം കൊണ്ട് തേനും പാലും ഒഴുക്കാമെന്നൊന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല. പക്ഷേ ഒരു നിമിഷം പോലും ലീവ് എടുക്കാതെ കഴിഞ്ഞ 30 വർഷം ഞാൻ ലീവ് എടുത്തിട്ടില്ല. എനിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും. ഞാനും എന്റെ മക്കളും കൂടി അവർക്ക് 18 വയസ്സാകുന്നത് വരെ ഒരു സിനിമാ തിയേറ്ററിൽ എവിടെയെങ്കിലും ഒരു സിനിമയ്ക്ക് പോയതിന്റെ ഒരു ഫോട്ടോ നിങ്ങൾക്ക് ആർക്കും കാണിക്കാൻ സാധിക്കില്ല. ഞാനും എന്റെ മക്കളും കൂടി ഒരു ടൂർ പോയ പടം നിങ്ങൾക്ക് ആർക്കും കാണിക്കാൻ സാധിക്കില്ല. ഞാൻ കഴിഞ്ഞ നീണ്ട 30 വർഷക്കാലം ഒരു ദിവസം പോലും ലീവ് എടുക്കാതെ കേരളത്തിലെ ഏതെങ്കിലും ഒരു പെൺകുട്ടിയുടെ ആത്മാഭിമാനത്തിന് ക്ഷതമേറ്റിട്ടുണ്ടെങ്കിൽ ആ സമര പോരാട്ടത്തിന്റെ മുന്നിൽ നിങ്ങളുടെ സഹോദരിയായിട്ടുള്ള ഞാൻ നിന്നിട്ടുണ്ട്. അവളുടെ ജാതി നോക്കിയിട്ടില്ല, അവളുടെ മതം നോക്കിയിട്ടില്ല. അത് എന്റെ മകളാണ് എന്ന് കരുതിയിട്ടേയുള്ളൂ. ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ MP-ക്ക് ഒരു വീടുണ്ടെങ്കിൽ അത് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ മുഴുവൻ ആൺകുട്ടികൾ എന്നോട് ഗർവിക്കരുത്. അത് ഇവിടുത്തെ പെൺകുട്ടികളുടെ വീടായിരിക്കും ശോഭാ സുരേന്ദ്രന്റെ വീട് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ നിർത്തുകയാണ്. എന്നെ കണ്ടതിനും എന്നെ സ്വീകരിച്ചതിനും എന്നോടൊപ്പം ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ച് എന്റെ സഹപ്രവർത്തകന്മാർ ഒരുമിച്ച് നീങ്ങിയതിനും എല്ലാം ഞാൻ നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഒരു സിനിമയിൽ ഒരു ഭാഗമുണ്ട്. പണക്കാരുടെ കയ്യിൽ നിന്ന് പൈസ വേണ്ട എന്ന് തീരുമാനിച്ചുകൊണ്ട് ഒരു അങ്ങാടിയിലെ ഒരു ഗ്രൗണ്ടില് ഒരു ആത്തറയുടെ അരികിൽ ഒരാൾ ഒരു പൈസ വെക്കുന്നു. അഴിമതി ചെയ്യാത്തവർ അവിടെ പണം വെക്കാൻ പറയുമ്പോ ആ പണം ഉപയോഗിച്ചുകൊണ്ടും പൊതുപ്രവർത്തനം നടത്താമെന്ന് തീരുമാനിക്കുക. കാരണം എനിക്ക് ബ്യൂട്ടി പാർലറിൽ പോകണ്ട, എനിക്ക് പട്ടുസാരി വേണ്ട, എനിക്ക് ഒരു കൈ നിറയെ വള വേണ്ട, കഴുത്തിൽ കൂടുതൽ ആഭരണങ്ങൾ വേണ്ട. ഞാൻ വെല്ലുവിളിച്ച് ചോദിച്ചാൽ മേക്കപ്പ് ഇടാതെ ആരിഫിന് ഇറങ്ങാൻ പറ്റുമോ? ഒരു ദിവസം KC-ക്ക് ഇറങ്ങാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ ഇതൊന്നും എനിക്ക് വേണ്ട. നമുക്കെല്ലാവർക്കും ചേർന്ന് ഈ നാടിന്റെ വികസന പ്രവർത്തനത്തിന് വേണ്ടി മുന്നോട്ട് പോകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അതിന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കുക. അല്ല, ഞങ്ങൾ കാലാകാലമായിട്ട് വേറെ 2 ചിഹ്നത്തിലാണ് കുത്തി പഠിച്ചിട്ടുള്ളത്. ആന്റണിയുടെ മകൻ BJP-യിലേക്ക് വന്നു, കരുണാകരൻജിയുടെ മകള് BJP-യിലേക്ക് വന്നു. ഞങ്ങൾ ഈ പാർലമെന്റ് ഒന്ന് കഴിയട്ടെ, എന്നിട്ട് ഞങ്ങൾ പരസ്യമായിട്ട് വരാമെന്ന് ആരെങ്കിലും ഒക്കെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ വോട്ട് ചെയ്യാൻ പോകുമ്പോ താമരപ്പൂ മറക്കണ്ട. മറ്റേ നേതൃപദവിയിലേക്ക് നമുക്ക് പിന്നെ പാർലമെന്റ് കഴിഞ്ഞിട്ട് കടന്നു വരാം. ഇതെന്തായാലും പച്ചപിടിക്കാൻ പോകുന്നില്ല. വണ്ടിയുടെ ക്ലച്ചും ഗിയറും പോയി, കൈവിട്ട് പോയി കഴിഞ്ഞു. ഇനി ഒരു രക്ഷയില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഉണ്ടാകുമായിരുന്നു. ഈ KC രാഹുൽ ഗാന്ധിയുടെ കൂട്ടുകാരനല്ലായിരുന്നുവെങ്കിൽ പ്രഗത്ഭമതികളായിട്ടുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് നല്ല പൊസിഷൻ കൊടുത്ത് ഇന്ത്യൻ പാർലമെന്റിൽ അവരെയൊക്കെ വിവിധ ചുമതലകളിൽ അവരോധിച്ചിരുന്നുവെങ്കിൽ, നരേന്ദ്രമോദിയോടൊപ്പം ഇരിക്കാൻ അവസരം കൊടുത്തിരുന്നുവെങ്കിൽ കോൺഗ്രസ് ഇത്ര കണ്ട് അവസാനിക്കില്ലായിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ ഏവരെയും ഞാൻ എന്റെ പ്രസ്ഥാനത്തിനകത്തേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് നേരിൽ വരാൻ സാധിക്കുന്നില്ലെങ്കിൽ ഹൃദയം തരിക. അങ്ങനെ നമുക്ക് ഈ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തെ മാറ്റാം എന്ന് മാത്രം സൂചന നൽകിക്കൊണ്ട് എന്റെ വാക്കുകൾ കേൾക്കാൻ കാത്തുനിന്ന ജനാധിപത്യ വിശ്വാസികൾക്ക് സ്നേഹവും അതുപോലെ തന്നെ ആർദ്രമായിട്ടുള്ള നിങ്ങളുടെ കൈകൾ ഓരോരുത്തരെയും അരികിൽ വന്ന് പിടിച്ചു നൽകണമെന്നൊക്കെ പറയണമെന്നൊക്കെ ആഗ്രഹം. 20-25 മിനിറ്റ് സമയം ആർക്ക് വേണമെങ്കിലും എന്റെ അടുത്തേക്ക് വരാം. അല്ല, വീട്ടിലേക്ക് പോകാൻ തിരക്കുണ്ടെങ്കിൽ എല്ലാവരും പോയാൽ വിരോധം.